ആരോഗ്യത്തെക്കുറിച്ചുള്ള പഠനം ഒരു മാനവിക വിഷയമാണ്, ഒരു ശാസ്ത്രീയ വിഷയമല്ല. അതൊരു സോഷ്യൽ സയൻസ് ആണ്, സയൻസ് അല്ല. ഇപ്പോഴത്തെ പ്രസന്റ് BJP ഗവൺമെന്റ് മാത്രമല്ല, അതിന് മുമ്പുള്ള ഗവൺമെന്റുകളൊക്കെ സംശയ ദൃഷ്ടിയോടെ കാണുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഗിലാനി. ബോലോ തക്ബീർ അല്ലാഹു അക്ബർ, കാശ്മീർ മാംഗെ ആസാദി എന്ന് ഞാൻ ആദ്യമായി എൻ്റെ ചെവിയിൽ കേട്ടു. ഞാൻ കാണുകയാണ് ആ കാഴ്ച. അതായത് കമ്മാര സംഭവം പോലെ അയ്യോ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ആളെ പിടിച്ചുകൊണ്ട് പോയി. അയാൾ പിന്നെ ഇന്ത്യയിലെ ഹീറോ ആവുകയും. ഇപ്പം ഈ വിഷയമായ സമയത്ത് ആൾക്കാരുണ്ട്, വയസ്സായ ആളുകളൊക്കെ അവിടെ പഠിക്കുന്നു. വയസ്സായ ആളുകൾക്ക് പഠിക്കാൻ ഇന്ത്യ രാജ്യത്ത് വിലക്കൊന്നുമില്ല, എവിടെയില്ല. വയസ്സായ ആളുകൾക്ക് പോയി പഠിക്കാം. നമസ്തേ, എല്ലാവർക്കും യതീഷയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് പോഡ്കാസ്റ്റ് വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കണ്ടു എന്നതിൽ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ ആൾക്കാരുടെ കഴിഞ്ഞ എല്ലാ പോഡ്കാസ്റ്റുകളുടെയും തുടർ പോഡ്കാസ്റ്റുകൾ വീണ്ടും ഉള്ളതാണ്. കാരണം ഒരു പോഡ്കാസ്റ്റും ഒരു 3 എപ്പിസോഡിലോ 4 എപ്പിസോഡിലോ കഴിയുന്നതല്ല. ഇനിയുള്ള പോഡ്കാസ്റ്റുകൾ, ഈ കഴിഞ്ഞ വ്യക്തികളുടെ പോഡ്കാസ്റ്റുകൾ വരും ദിവസങ്ങളിൽ വീണ്ടും വരുന്നതാണ്. ഇതുവരെ വന്നുള്ള ഒരുപാട് കമൻസ്, നമ്മളത് വളരെ കൺസ്ട്രക്റ്റീവായിട്ടാണ് കമൻസിന് എടുത്തിട്ടുള്ളത്. എല്ലാ കമൻസിനും അപ്പം തന്നെ നമ്മൾ മറുപടി തരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പറഞ്ഞ കമൻറ്റുകൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നിടത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ കമൻസുകളും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതെന്ത് തന്നെ ആയിക്കോളെ, അതെപ്പോഴും പ്രോത്സാഹനജനകമാണെന്നില്ല, ചിലപ്പോൾ ക്രിട്ടിസൈസ് ആയിട്ടുള്ളതാവാം. അതൊക്കെ നമ്മൾ വളരെ എന്താ പറയുക, അത് ഇതിനെ നന്നാക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ടൂളായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം ഈ സ്നേഹത്തിന്. ആത്മാർത്ഥമായി നല്ല സബ്ജക്റ്റുകളും ഒത്തിരി നല്ല ആളുകളും ഈ പോഡ്കാസ്റ്റിലൂടെ ഇനിയും വരാനുണ്ട്. നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത പോഡ്കാസ്റ്റിലേക്ക്. ഇന്ന് നമ്മളൊപ്പം എപ്പോഴും ഒരു മുഖവര എപ്പോഴും പറയാറില്ല, പക്ഷേ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയുന്ന അല്ലെങ്കിൽ വളരെ സൗഹൃദമുള്ള, ഇന്നത്തെ ആനുകാലികമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ചിന്തകൻ അല്ലെങ്കിൽ പ്രാസംഗികൻ എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം. പലരും രാമേട്ടൻ എന്ന് വിളിക്കും, ചിലർ രാംജി എന്ന് വിളിക്കും, ചിലർ രാമച്ചൻ എന്ന് വിളിക്കും. അപ്പോൾ ഇന്ന് നമ്മളൊപ്പമുള്ള ഡോക്ടർ രാമാനന്ദ്, സ്വാഗതം. നമസ്കാരം. കേരളത്തിൽ ഒരുപാട് ആൾക്കാർ അറിയുന്നത് എനിക്കൊന്ന് വളരെ പ്രഭാഷണങ്ങളിലാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഞാൻ പോലും കണ്ടിട്ടുള്ളത് പ്രഭാഷണങ്ങളിലാണ്. പിന്നെ എല്ലാ ആധുനിക സോഷ്യൽ മീഡിയ പോലെ എല്ലാ സ്ഥലങ്ങളിലും തൻ്റേതായ അഭിപ്രായങ്ങൾ എപ്പോഴും രാംജി പറയാറുണ്ട്. അത് ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഏത് തലമുറയിലെ ആൾക്കാർ, ഒരു ചെറിയ കുഞ്ഞു മുതൽ വളരെ പ്രായമുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ അതിനെ ഒരു എന്താ പറയുക, ഒരു അക്കാഡമിക് തലം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എപ്പോഴും പറയുന്ന ഒരാളാണ് രാംജി. അപ്പോൾ എനിക്കെപ്പോഴും എന്നും നമ്മൾ പോഡ്കാസ്റ്റ് എടുക്കുന്ന ഒരുപാട് തവണ നമ്മൾ ഇതിന് പ്ലാൻ ചെയ്തു, പലതവണ ഞങ്ങളുടെ യാത്ര കാരണം മാറ്റി വയ്ക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ രാമാനന്ദ് മുതൽ ഡോക്ടർ രാമാനന്ദ് വരെ ആ ഒരു യാത്ര എന്തായിരുന്നു, എന്താണ് രാം, പല ആൾക്കാർക്കും അറിയില്ല. കാരണം സംസാരിക്കുന്നത് തന്ത്രമാണ്, സംസാരിക്കുന്നത് കാശ്മീരെ സിദ്ധാന്തങ്ങളാവാം, പല കാര്യങ്ങളും. അപ്പോൾ ആരാണ് രാം എന്ന് പലർക്കും അറിയില്ല. ഈവൻ ഞാൻ പോലും പല സ്ഥലങ്ങളിൽ നിന്നും അറിഞ്ഞെടുത്തതാണ്. അപ്പോൾ അങ്ങനൊരു സ്വയം പറയുന്നൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആരാണ് രാം? രാം എന്നങ്ങനെ ആരും വിളിക്കാറില്ല പൊതുവേ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പേര് രാമാനന്ദ് എന്നാണല്ലോ. ഒരു ബയോഗ്രഫിക്കലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പൊതുവേ പറഞ്ഞ പോലെ ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല, എവിടെയും പറയാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കും. പുസ്തകത്തിൻ്റെയൊക്കെ തുടക്കത്തിലാണല്ലോ പലപ്പോഴും ബയോഗ്രഫി വിചാരിച്ചു, ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്നയാളുടെ മകനായി ജനിച്ചു എന്നൊക്കെയാണല്ലോ, അങ്ങനെയാണല്ലോ തുടങ്ങാം, പേരിന്ന് തുടങ്ങാം. രാമാനന്ദ് എന്ന പേര് കേരളത്തിൽ റെയറായിട്ടുള്ളൊരു പേരാണ്. ഇല്ല എന്നല്ല, ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്, കുറവാണ്, പക്ഷെ പൊതുവിൽ കുറവാണ്. നോർത്തിൽ ഒരുപാട് രാമാനന്ദനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പേര് വരാൻ കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ അച്ഛൻ ആണ് ഈ പേരിട്ടത്, രാമാനന്ദ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം രാമാനന്ദ് സാഗറിൻ്റെ വലിയൊരു ഫാനായിരുന്നു. രാമാനന്ദ് സാഗറിൻ്റെ ഫാൻ എന്ന് പറയുന്നത് ശരിയല്ല, രാമായണത്തിൻ്റെ വലിയൊരു ഫാനായിരുന്നു. അപ്പോൾ അന്ന് രാമായണം ടെലികാസ്റ്റ്, ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ചാനൽ ചരിത്രത്തിൽ അല്ലെങ്കിൽ ദൃശ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കിയത് രാമായണവും മഹാഭാരതവുമാണ്. അതെ, മഹാഭാരതം ഒക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന കാലത്ത് കല്യാണങ്ങളുടെ പോലും സമയം മാറ്റി വെക്കുക. ഇനി അഥവാ ആ സമയത്ത് കഴിക്കണം നിർബന്ധം ഉണ്ടെന്ന് വയ്ക്കുക, ജ്യോത്സ്യം പറയാണ് വേറെ ദിവസമില്ല, വേറെ സമയമില്ല എന്ന് പറഞ്ഞാൽ കത്തിൻ്റെ അടിയിൽ വെക്കും മഹാഭാരതം ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. കല്യാണ വീട്ടിൽ TV വെച്ചിട്ട്. അപ്പോൾ ആളുകൾ താലികെട്ടല്ല പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക,
രാമായണവും മഹാഭാരതം ഒക്കെയാണ്. അപ്പം അച്ചച്ചൻ ഭയങ്കര രാമായണ ഫാനായി. മഹാഭാരതം വന്നപ്പോൾ മഹാഭാരതം. അപ്പോൾ ആ കാലത്ത് അച്ചച്ചൻ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അന്നൊരു VCR ഉണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അത് അച്ഛമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്തു. അപ്പോൾ അതിൽ ഒരു കാസറ്റ് ഇട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ പോയി വന്നിട്ട് കാണും. അത്ര പോലും ഒരു എപ്പിസോഡ് മിസ്സാക്കില്ല. ഇപ്പോൾ റീടെലികാസ്റ്റ് ഒക്കെ ഉള്ള അന്നൊരു എപ്പിസോഡ് മിസ്സായാൽ പിന്നെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യത്തിലാണ് എനിക്ക് ഈ പേര് ഇട്ടത്. അപ്പോൾ ഏട്ടനൊക്കെ കളിയാക്കുമായിരുന്നു. ഏട്ടൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചേച്ചിയുടെ മകനൊക്കെ കളിയാക്കുമായിരുന്നു. മഹാഭാരതം ആയിരുന്നു ടെലികാസ്റ്റ് എങ്കിൽ BC ചോപ്ര എന്നായി പോയിരുന്നു എൻ്റെ പേര് എന്ന്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് രാമാനന്ദ് എന്ന പേര് എനിക്കിഷ്ടമാണ്, ആ പേര് ഇഷ്ടമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ആനന്ദ് എന്നാണ് എല്ലാവരും വിളിക്കുക. അപ്പം എൻ്റെ വളരെ അടുത്ത ആളുകളൊക്കെ ആനന്ദ് എന്നാണ് എന്നെ വിളിക്കാറ്. പതിയെ പതിയെ അത് സ്കൂളിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ തുടക്കത്തിലെ പേര് ആയി. ഇപ്പോൾ രാമൻ അങ്ങനെയൊക്കെ ആയി. അപ്പം എനിക്ക് സത്യത്തിൽ ഇഷ്ടമല്ല രാമൻ എന്ന് വിളിക്കുന്നത്. ഒരു പഴയ പേര് പോലെ തോന്നുമായിരുന്നു പണ്ട്. അതെ. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ പേരിനോടൊരു ഇഷ്ടം വന്നത്. അങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഇടപെടലിലാണ് റാം എന്ന് എല്ലാവരും വിളിച്ച് തുടങ്ങുന്നത്. അത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പം ആളുകൾ രാംജി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ആ പേരിൻ്റെ ഒരു യാത്ര. ഈ സ്കൂൾ പഠനം കോഴിക്കോടുകാരനാണ്. ബേസിക്കലി കോഴിക്കോടാണ് ജനിച്ചു വളർന്നത്. അപ്പം ഞാൻ പിന്നീട് എവിടെയാണ് വായിച്ച് മനസ്സിലാക്കിയത് JNU സ്റ്റുഡൻ്റ് ആണെന്നും അവിടെ നിന്ന് ഡോക്ടറേറ്റ് എടുത്തുമൊക്കെ. അപ്പോൾ ആ ഒരു പഠനകാലത്തെ പറ്റിയിട്ടൊരു എവിടെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് JNUവിലെത്തിയത്? കാരണം കേരളത്തിൽ നിന്നൊക്കെ വളരെ കുറച്ച് പേരാണ് ഞാനങ്ങനെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു യാത്ര എന്ന് പറയാം. കോഴിക്കോട് പന്തീരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അച്ഛൻ്റെ പേര് രാമദാസ് എന്നാണ്. അതിലൊരു രാമുണ്ട്. അതെ. അമ്മയുടെ പേര് അരുന്ധതി എന്നാണ്. ഞങ്ങൾ 2 കുട്ടികളാണ്. ഞാനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. എൻ്റെ പഠനമൊക്കെ നല്ലൊരു പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് കോഴിക്കോട് തന്നെയാണ്. പന്തീരങ്കാവാണ് 5ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം ടൗണിൽ ഗവൺമെൻറ് ഗണപത് ബോയ്സ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം +1 +2 സാമൂതിരി രാമരൻ സ്കൂൾ എന്ന് പറഞ്ഞ ഹയർ സെക്കൻഡറിയിലാണ് പഠിച്ചത്. അതിനുശേഷം കോഴിക്കോടിൻ്റെ അഭിമാനം എന്നൊക്കെ പറയാവുന്ന സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാനവിക വിഷയമാണ് എടുത്തിട്ടുള്ളത്. ഹ്യൂമാനിറ്റീസ് ആണ് അതെന്ന് എനിക്ക് താല്പര്യം അതായിരുന്നു. അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പം ഇംഗ്ലീഷ് ഭാഷയും ലോകചരിത്രവും എന്ന വിഷയമായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ കാലം. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ നമ്മുടെ സൈക്കാട്രിക് സോഷ്യൽ വർക്ക് MSW ആണ്. അതിൽ സ്പെഷ്യലൈസേഷൻ സൈക്കാട്രിക് സോഷ്യൽ വർക്കാണ് എടുത്തത്. അത് കഴിഞ്ഞ് കുറച്ചാലും ജോലി ഒക്കെ എടുത്തു. ആ കാലത്ത് ഒരു സിവിൽ സർവീസ് മോഹമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്തല്ല, വളരെ ചെറിയതാകുമ്പോഴേ ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു താല്പര്യ മേഖല. അപ്പോൾ അതിനുവേണ്ടി പഠിക്കണം എന്നൊക്കെയുള്ള നിലയ്ക്ക് കുറച്ച് കാലം PGക്ക് ശേഷം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം, ജോലി ചെയ്യാം, പഠിക്കാം എന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് ഞാൻ ടെറിട്ടോറിയൽ ആർമിയിലൊക്കെ പോയി. അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് കുറച്ച് കാലം അത് പക്ഷേ എൻ്റെ പ്ലാനിനനുസരിച്ച് അത് പോയില്ല. അപ്പോൾ അങ്ങനെ വിട്ടിട്ട് വരേണ്ടി വന്നു. അതിനുശേഷം സത്യത്തിൽ ഞാൻ സിവിൽ സർവീസിന് പഠിക്കാമെന്ന ദുരുദ്ദേശം എന്ന് പറയാൻ കാരണം JNUവിൽ എല്ലാവരും പോവുക, അങ്ങനെയൊക്കെയുള്ള ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ പറയല്ല, പഠിക്കാൻ പോകുന്നവർ ധാരാളം ഉണ്ട്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ JNUവിൽ പോയിട്ട് MPhilന് ജോയിൻ ചെയ്യാം. അതൊരു എൻട്രൻസ് പരീക്ഷയൊക്കെ എഴുതണം. അറിയാം, വളരെ ടഫായിട്ടുള്ളൊരു എൻട്രൻസ് പരീക്ഷയാണ്. പക്ഷേ ഞാൻ ഇതിന് പഠിക്കുന്നതുകൊണ്ട് എനിക്കത് അത്ര ടഫായി തോന്നില്ല. കാരണം എൻ്റെ ലക്ഷ്യം മറ്റേതിന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹിയിൽ പോയി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നു. കാരണം ആദ്യത്തെ തവണ നാട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തപ്പം ആ പ്രിലിംസ് കിട്ടിയില്ല. അന്നാണ് നന്നായി പഠിക്കുകയും ചെയ്തു. ഇത്രയും പഠിച്ചിട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു ചിന്തയായി. അപ്പം കരുതി കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള പഠനം വേണം. അങ്ങനെയാണ് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കണം. JNUവിൽ ഡൽഹിയിൽ പോയി താമസിക്കണം. ഡൽഹിയിൽ പോയി താമസിക്കാൻ അവിടെ എന്നും കോഴ്സ് എടുത്ത് നിൽക്കണം. കാരണം വീട്ടുകാരെ ഇനിയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഒരു കാര്യം അറിയാതെ ഞാനും അനിയത്തിയൊക്കെ ആ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്. ഒരു സെൽഫായിട്ട് ഞങ്ങളെല്ലാവരും മെറിറ്റിലാണ് പഠിച്ചത്. അത് 2 ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതെ, എനിക്ക് തോന്നുന്നു ഞാനൊരു സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിച്ചത് ദേവഗിരി കോളേജിൽ ഉള്ള 2 വർഷം മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാം ഞാൻ മെറിറ്റിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അത് മനസ്സിലുള്ളൊരു ചിന്തയും കൂടിയായിരുന്നു. അച്ഛനെയൊന്നും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അവർക്ക് കാശ് തരാൻ
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡൽഹിയിലെ താമസത്തിന് ഏറ്റവും എളുപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ചേരുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്ത് ശ്യാം എന്ന് പറയും. അദ്ദേഹം ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയും. ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയൊക്കെ ചെയ്യുന്നു. ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു. ആ സമയത്ത് ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. മാനന്തവാടിയിൽ ഹിൽ ബ്ലൂംസ് എന്ന് പറഞ്ഞൊരു സ്കൂളിൽ ഞാൻ ചെറിയ LKG ക്ലാസ് മുതൽ +1 +2 ക്ലാസ് വരെ. അപ്പം ഞാനവിടെ സത്യത്തിൽ CBSEയുടെ ഒരു കലോത്സവത്തിന് ജഡ്ജായിട്ട് പോയതാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചർ സീറ്റ മിസ് എന്ന് പറയും. മിസ് എന്നോട് പറഞ്ഞു, പിന്നെ വിളിച്ചു എന്നെ, ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിക്കാൻ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് എനിക്ക് നെറ്റുണ്ട്. നെറ്റെന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കാനുള്ള ചുമതലയാണ്, യോഗ്യതയാണ്. അപ്പം നെറ്റ് എനിക്ക് PGക്ക് പഠിക്കുമ്പോഴേ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ വർക്കിൽ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നെറ്റേ ഉള്ളൂ, എനിക്ക് BEd ഇല്ല, എനിക്ക് യോഗ്യത ഇല്ല നിങ്ങളുടെ അടുത്ത് പഠിപ്പിക്കാൻ. പക്ഷേ ഈ ഇത് എൻട്രൻസ് ഇതുണ്ട്, നെറ്റ് ഉണ്ട് നിങ്ങൾക്ക്? നെറ്റുണ്ട് കാര്യമില്ല. നെറ്റോട് BEd കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. BEd ഉണ്ടെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതാണ് എൻ്റെ സ്കൂളിലൊക്കെ ചിലപ്പോൾ BEd ഇല്ലാതെയും പഠിപ്പിക്കുന്നുണ്ടാവും ആളുകൾ, അത് വേറെ കാര്യം. അപ്പം മിസ് എന്നോട് പറഞ്ഞു, അങ്ങനെ സാമ്പ്രദായികമായി ഒന്നും പഠിപ്പിക്കണ്ട, കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചാൽ മതി വെറുതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ക്ലാസ് ഒന്നുമില്ല. അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും കയറും. ചെറിയ LKG കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന അതേപോലെ തന്നെ +1 +2 ക്ലാസ്സിലും അങ്ങനെ ഒരു കുറച്ച് കാലം ഞാൻ അവിടെ ആ കാലത്താണ് ഞാൻ JNU പ്രിപ്പയർ ചെയ്യുകയും JNUവിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ MPhilന് ജോയിൻ ചെയ്തു. ആ കോഴ്സ് ഉഴപ്പാം, ക്ലാസ്സിൽ വരുന്നുണ്ടെന്നൊക്കെ തട്ടിപ്പ് കാണിച്ചിട്ട് JNUവിൻ്റെ ലൈബ്രറി ഉപയോഗിച്ചിട്ട് പഠിച്ചെടുക്കാം, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിട്ട് സിവിൽസ് എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യാം എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. പക്ഷേ JNUവിൽ പോയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ടൈറ്റാണ്, വളരെ ടഫാണ്. സെൻറ്റർ ഫോർ സോഷ്യൽ മെഡിസിൻ എന്ന് പറയും, ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. സെൻറ്റർ ഫോർ സോഷ്യൽ മെഡിസിൻ കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഇത് JNU തുടങ്ങിയ കാലത്തേ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡോക്ടർ ബാനർജി എന്ന് പറയുന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് വളരെ വ്യത്യസ്തമായൊരു ഡിപ്പാർട്ട്മെൻറ്റും കൂടിയാണ്. കാരണം എല്ലാ യൂണിവേഴ്സിറ്റികളിലും പബ്ലിക് ഹെൽത്ത് എപ്പോഴും മെഡിസിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക, അതൊരു മെഡിക്കൽ സയൻസിൻ്റെ ഭാഗമാണ്. പക്ഷേ JNUവിൽ ജോൺ ഹോപ്കിൻസിലൊക്കെ പബ്ലിക് ഹെൽത്ത് ഡോക്ടേഴ്സാണ് പഠിക്കുക, മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്. അത് ഡോക്ടേഴ്സിൻ്റെ ഡിഗ്രിയാണ്. ഞങ്ങൾക്ക് അതിന് തത്തുല്യമായ ഡിഗ്രിയാണ് MPhil എന്ന് പറയുന്നത്, MPhil ഇൻ പബ്ലിക് ഹെൽത്ത്. അത് JNUയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ ചിന്തയിൽ ആരോഗ്യം എന്ന് പറയുന്നത് ഡോക്ടറെ അടുത്തിരിക്കുന്ന കാര്യമല്ല, എഴുതിയിരിക്കേണ്ട കാര്യമല്ല. അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അതൊരു ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അതൊരു മാനവിക വിഷയമാണ്. അതാണ് ആ തോട്ട്. അതായത് ആരോഗ്യത്തെക്കുറിച്ചുള്ള പഠനം ഒരു മാനവിക വിഷയമാണ്, ഒരു ശാസ്ത്രീയ വിഷയമല്ല. അതൊരു സോഷ്യൽ സയൻസ് ആണ്, സയൻസ് അല്ല എന്നാണ്. അതൊരു നല്ല ഒരു നോബിൾ തോട്ടാണ്. അതിൻ്റെ പേരിലാണ് ആരോഗ്യമാണല്ലോ അതെ ആ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിന് എൻ്റെ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ക്ലാസ്സിൽ പകുതി ഡോക്ടേഴ്സ് ആയിരിക്കും, പകുതി മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിരിക്കും, പകുതി ഞങ്ങൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകളും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ക്ലാസ്സാണ്. ഞങ്ങളുടെ ഡിഗ്രി MPhil ആയിരിക്കും, അവരുടെ ഡിഗ്രി MPA ആയിരിക്കും, മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്. രണ്ടുപേർക്കും MPH, രണ്ടുപേർക്കും ഒരേ കോഴ്സ് പഠിച്ചിട്ട് രണ്ട് ഡിഗ്രി കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സായിട്ട് അതുണ്ടാവും. അവർക്ക് ഒരിക്കലും അറിയാത്തൊരു കാര്യമാണ് സോഷ്യൽ സയൻസിൻ്റെ പ്രത്യേകത എന്താണ്. ഡോക്ടേഴ്സിന് വളരെ സാമൂഹിക അവബോധം കുറവാണെന്നൊരു പഠനമൊക്കെ ഉണ്ടായിരുന്നു, ഈ അടുത്ത് വായിച്ചിട്ടുണ്ടാവും. ഡോക്ടേഴ്സിന് വളരെയധികം എന്താണ് നമ്മൾ പറയില്ലേ, ജനറൽ നോളജ് കുറവാണെന്നൊരു പഠനം കുറച്ച് കാലം മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ അവരെ കുറ്റമല്ല, അവർക്ക് അതിനുള്ള സമയം, സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പലതിനെയും നോക്കിക്കാണാൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഒരു മാർഗ്ഗമില്ല, ഒരു ഇതില്ല. അതുകൊണ്ട് ഡോക്ടേഴ്സ് വരുന്ന സമയത്ത് അവർക്കൊരു പുതിയ ലോകമാണ് സോഷ്യൽ സയൻസിൻ്റെ ലോകം. ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എപ്പിഡമിയോളജി എന്നൊക്കെ പറയുന്ന പുതിയ സബ്ജക്റ്റ് ശാസ്ത്രം അതിൻ്റെ വളരെ ബ്ലൂ ഐഡ് ബോയ് ആണ് എപ്പിഡമിയോളജി ശാസ്ത്രത്തിൻ്റെ. അത് അവർ എക്സ്ക്ലൂസീവായിട്ട് കൈകാര്യം ചെയ്യുന്ന അത്തരം വിഷയങ്ങളിലേക്ക് ഞങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്നുള്ളത് കൊണ്ട് വളരെ ടൈറ്റായിട്ടുള്ള കോഴ്സ് വർക്കാണ്. അപ്പോൾ MPhil 2 വർഷമാണ്. അതിൽ ആദ്യത്തെ 1 വർഷം കോഴ്സ് വർക്കാണ്. അടുത്ത 1 വർഷത്തെ കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ JNUവിൽ അക്കാലത്ത് അറ്റൻഡൻസ് ഇല്ല. ഇപ്പോൾ അറ്റൻഡൻസിന് വേണ്ടി ഒരു ഇതൊക്കെ നടത്തി അറ്റൻഡൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഞാൻ പോരുന്നവരെ അത് ഫലപ്രദമായി നടപ്പിലായിട്ടില്ല, പക്ഷെ അറ്റൻഡൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തുള്ള ആളുകൾ എപ്പോഴും വിചാരിക്കും അതുകൊണ്ട് അവിടെ പോകണ്ടെന്ന്.
പക്ഷെ അങ്ങനെയല്ല, ഒരു ടീച്ചറിന് എല്ലാ കുട്ടിയും അറിയും ക്ലാസ്സിൽ വരുന്നത്. അപ്പം എൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഓരോ പ്രൊഫസേഴ്സിനും ഓരോ ആളെ അറിയാം. അതുകൊണ്ട് ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നാളെ കറക്റ്റായിട്ട് ആ ചോദ്യം വരും. അതുകൊണ്ട് പോവാതിരിക്കാൻ സാധ്യമല്ല. അറ്റൻഡൻസിനെക്കാട്ടും ബുദ്ധിമുട്ടാണ് ഈ പരിചയമുള്ള ഇത്രയും ശ്രദ്ധയോടുകൂടി ഇവർ ഇതാക്കുന്നത്. 9 മണിക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 8:55 പ്രൊഫസർ ഇരിക്കുന്നുണ്ടാവും സീറ്റിൽ. നമ്മൾ 9 മണി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടേക്ക് പുറത്താക്കൊന്നുമില്ല, പക്ഷെ പോകാൻ നമുക്ക് മാനസികമായിട്ട് പറ്റില്ല, ഒരു ബുദ്ധിമുട്ട്. മാത്രമല്ല അവരൊക്കെ നല്ലൊരു ശതമാനം പ്രൊഫസേഴ്സും ലോകത്തുള്ള പല വലിയ വിദേശ യൂണിവേഴ്സിറ്റികളിലെയും വിസിറ്റിംഗ് പ്രൊഫസേഴ്സും ഒക്കെയാണ്. അപ്പോൾ റബ്ബിങ് ഷോൾഡേഴ്സ് എന്താ പറയുക, അത്രയും വലിയ ആളുകളെ കാണാൻ പറ്റുക എന്നൊക്കെയുള്ള വലിയൊരു കാര്യമാണ്. അതൊന്ന്. രണ്ടാമത്തത് കോഴ്സ് വർക്ക് തന്നെ വളരെ ടൈറ്റാണ്. പരീക്ഷയൊന്നുമില്ല, പക്ഷേ ടേം പേപ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് 2000 വാക്കിൻ്റെ ടേം പേപ്പർ, 5000 വാക്കിൻ്റെ ലോങ് ടേം പേപ്പർ, അങ്ങനെ ടേം പേപ്പേഴ്സാണ് തരാം. ഈ ടേം പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു അസൈൻമെൻ്റ് അല്ല, അത് കാര്യമായി പഠിച്ച് അത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് അതായത് വൈകുന്നേരം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ക്ലാസ്, അതിന് ശേഷം ഈ 5-6 വിഷയങ്ങളുടെ ടേം പേപ്പർ, ഈ ടേം പേപ്പറൊക്കെ എഴുതി കഴിയുമ്പോഴേക്ക് തന്നെ രാത്രി 2 മണി ഒക്കെ ആവും. പിന്നെ എപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം വേറെ ചെയ്യുക എന്നുള്ളൊരു വിഷയം വന്നു. ഇതിലൊരു അനുഭവം കൂടി പറയാനുണ്ട്. എൻ്റെ ഒരു അക്കാഡമിക്സിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തുടങ്ങിയ കാലത്ത് ആദ്യത്തെ വർഷം ആദ്യത്തെ സെമസ്റ്റർ, 6 മാസമാണ് ഒരു സെമസ്റ്റർ. ആ സെമസ്റ്റർ സമയത്ത് ഒരു ടേം പേപ്പർ എഴുതാൻ വേണ്ടി എനിക്ക് തന്നു. പിന്നീട് എൻ്റെ PhD ഗൈഡായിട്ടുള്ള പ്രൊഫസർ രമാവി ബാരു, അറിയാൻ മതിയാവും അദ്ദേഹം. അവർ സഞ്ജയ് ബാരു, ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വിവാദപരമായ പുസ്തകം മൻമോഹൻ സിംഗിനെ കുറിച്ച്, ആ പുസ്തകം എഴുതിയ ആളുടെ വൈഫാണ്. മാം തന്നെ വലിയ ലോകത്തെ വളരെ പ്രസിദ്ധയായിട്ടുള്ളൊരു സോഷ്യൽ സയൻറ്റിസ്റ്റൊക്കെയാണ്. മാം എനിക്കൊരു ടേം പേപ്പർ തന്നു. ഞാനത് ലൈബ്രറിയിൽ ഇരുന്നിട്ട്, ജെന്യൂല ലൈബ്രറി അന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈബ്രറിയാണ്. 24 hours അതിൻ്റെ ടൈം. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളൊക്കെ വരുന്ന സമയത്ത് രാത്രി നടക്കാനൊക്കെ പോകുമ്പം ലൈബ്രറി എടുത്ത് കൂടെ പോയി ലൈബ്രറി കാണിക്കും. 9 നിലയാണ് അതിൻ്റെ വലിപ്പം. അപ്പോൾ ഞാൻ അതിലൂടെ പോയിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ രാത്രി 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം. അപ്പോഴും പിള്ളേരിരുന്ന് പഠിക്കുകയായിരിക്കും. കുറേ ആൾക്കാർ സിവിൽസിനായിരിക്കും പഠിക്കുന്നത്, കുറേ ആൾക്കാർ അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുകയായിരിക്കും. പക്ഷേ അത് 24 മണിക്കൂറും യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന അക്കാഡമിക്സ് അറ്റ്മോസ്ഫിയറാണ്. ഞാൻ രാത്രി 2 മണി വരെ ലൈബ്രറിയിൽ ഇരുന്നിട്ട് ഈ ടേം പേപ്പർ തയ്യാറാക്കി. ഡെഡ് ലൈൻ 2 ദിവസം കഴിഞ്ഞാലാണ്. മാം അന്ന് ട്രാവലിലാണ്, എങ്ങോട്ടോ പോവുകയാണ്, സിംഗപ്പൂർക്ക് അങ്ങനെ പോവുകയാണ്. ഞാൻ ഈ ടേം പേപ്പർ അയച്ചു. 2 മണിക്കാണെന്ന് എൻ്റെ ഓർമ്മ. ടേം പേപ്പർ അയച്ചിട്ട് ഞാൻ അന്ന് എൻ്റെ ഹോസ്റ്റൽ ഒരു കിലോമീറ്റർ ദൂരെയാണ് ലൈബ്രറിയിൽ നിന്ന്. ഞാൻ രാത്രി ആ കാട്ടിലൂടെ അരവല്ലി ഫോറസ്റ്റാണ്, അതിലൂടെ നടന്ന് ഇങ്ങനെ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്താനായി. ഒരു 10 മിനിറ്റ് കൊണ്ട് നടന്നാൽ ഹോസ്റ്റലിലെത്തും. അവിടെ എത്താനായപ്പം ഞാൻ വെറുതെ എൻ്റെ ഫോണിൽ ഈ മെയിലൊന്ന് ചെക്ക് ചെയ്തു. അയച്ച മെയിൽ 2 മണിക്കാണ് അയച്ചത് നോക്കണം. മാം ആ മെയിലിന് റിപ്ലൈ ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ തിരുത്തുകളൊക്കെ ആയിട്ട്. ആ സമയത്ത് ഞാൻ അപ്പം തന്നെ ഹോസ്റ്റലിലേക്ക് കയറാതെ തിരിഞ്ഞിട്ട് വീണ്ടും ലൈബ്രറിയിൽ പോയിട്ട് ഇത് ചെയ്ത് അയച്ചു. എന്നിട്ട് ഞാൻ വന്നിട്ട് പിന്നെ ഫോൺ നോക്കിയില്ല. കാണുമ്പോൾ ആണല്ലോ മനസ്സിന് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ കുറച്ച് രാവിലെ എഴുന്നേറ്റപ്പം മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. വളരെ വൈകിയാണ് വന്ന് കിടന്നത്. അന്ന് ഹോസ്റ്റൽസിൽ വൈഫൈ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഈ ലൈബ്രറി പോകേണ്ട ആവശ്യം വരുന്നത്. രാവിലെ ഒന്നും ആയിട്ടില്ല. പക്ഷേ 9 മണിയായപ്പം മാം എന്നോട് എനിക്ക് റിപ്ലൈ ചെയ്തു. ഞാൻ വായിച്ചു. 2-3 തിരുത്തുകൊണ്ടുണ്ട് വന്നിട്ട് ചെയ്യാൻ. ഞാൻ യാത്ര ആയതുകൊണ്ടാണ് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റായിരുന്നു. ആക്റ്റീവായിട്ടല്ലേ ഞാൻ പറയുന്നത്, അവർ വലിയൊരു പ്രൊഫസറാണ്. എത്രയോ PhD സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്ന വലിയൊരു പ്രൊഫസറാണ്. ഞാൻ താരതമ്യേന ചെറിയ ഒരാൾ ജോയിൻ ചെയ്തൊരു ഫ്രഷറാണ്. എൻ്റെ പേപ്പറിന് അത്ര ശ്രദ്ധ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. പക്ഷേ അവരതിനോട് കാണിക്കുന്ന ഒരു പാഷനുണ്ട്. അത് അക്കാഡമിക്സിൻ്റെ ഒരു പാഷനാണ്. അതെന്നെ വല്ലാതെ മൂവ് ചെയ്തു. അത് ചെറിയ കാര്യമല്ല. അത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജെന്യു ഞാൻ പഠിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആ കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഒന്ന് സമയക്കുറവ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സിവിൽസ് ഒരു തവണ എഴുതി, പ്രിലിംസ് കിട്ടി എനിക്ക്. അതാണ് അതിൻ്റെ രസം. പഠിക്കാതെ ഈ തിരക്കിൻ്റെ ഇടയിൽ പഠിച്ച കാലത്ത് കിട്ടിയില്ല, പക്ഷേ പഠിക്കാത്തൊരു കാലത്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ട് അതിൻ്റെ ഇടയിൽ.
പക്ഷെ അത് അപ്പോഴേക്ക് എനിക്ക് എന്നോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു ഇവിടെ കൂടുതൽ താല്പര്യം കാരണം കൂടുതൽ അക്കാഡമിക്സിനോട് താല്പര്യമായി. പിന്നെ JNU സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തളർത്തും. സിവിൽ സർവീസിന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മോശം കാര്യമാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് എന്നിപ്പോൾ ഞാൻ ഈ സർക്കാർ സത്യത്തിൽ കാര്യം ശരിയാണല്ലോ, സർക്കാർ എനിക്ക് MPhilന് സ്റ്റേപ്പൻഡോ ഗ്രാൻഡോ തരുന്നത് ഞാൻ MPhil ചെയ്യാനാണല്ലോ. അല്ലാതെ മറ്റു പഠിക്കാൻ ഞാൻ ആ സൗകര്യം ഉപയോഗിച്ചിട്ട് മറ്റൊരു സാധനം പഠിച്ച് എൻ്റെ സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കാൻ പാടുള്ളതല്ലോ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനത്തെ ഒരു ബ്യൂറോക്രസിയോട് അതിനൊരു വളരെ വ്യത്യസ്തമായൊരു സമീപനം ഉണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവുകയും അങ്ങനെ പിന്നീട് അവിടെ MPhil കംപ്ലീറ്റ് ചെയ്യും, PhD JNU തന്നെ തീർക്കാനുള്ള അവസരം ഉണ്ടായി. അതൊരു ജീവിതത്തിലൊരു വലിയൊരു കാരണം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആൾക്കാർ പറയുമ്പോഴും അങ്ങനെയാണ്. എന്താണെന്ന് അറിയാം, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി. സത്യത്തിൽ ഫീൽ ഗുഡ് ഫാക്ടർ ഇല്ലായിരുന്നു. ഏത് നിങ്ങൾ ഞാൻ അല്ല എനിക്ക് സ്വയം അതെ എനിക്ക് ഫീൽ ഗുഡ് ഫാക്ടർ ഇല്ലായിരുന്നു. കാരണം ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. അന്ന് എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാതെ ആ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ള കാലത്ത് ഞങ്ങൾക്ക് വളരെ മോശപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് JNUയെ കുറിച്ച് ഇങ്ങനെ കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജന്മമുണ്ടെങ്കിൽ JNUവിൽ പോവരുത് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ട് ആ സമയത്ത്. എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുക? കാരണം അവിടുത്തെ എക്കോസിസ്റ്റം നമുക്ക് അനുകൂലമായതല്ല എന്നും ഇവിടെ ഉള്ള കുറച്ച് ആളെ അടുത്ത് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇനി അവിടെ പോയിട്ട് ഒരു പുലിമടയിൽ പോയിട്ട് പെട്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഞാൻ ഒരിക്കലും JNUവിൽ പോകണമെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൽ മാറിയോ? അതാ ഞാൻ പറയുന്നത്. ഞാൻ സത്യത്തിൽ പോയത് വേറൊരു ഉദ്ദേശത്തിലാണ്. അപ്പം മനസ്സിൽ ആ യൂണിവേഴ്സിറ്റിയോട് ഇഷ്ടമൊന്നുമില്ല. അതെ, അവിടെ പോയി പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും മറ്റേത് ശരിയാക്കുക. കാരണം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. വേറെ പഠിക്കാൻ വേറെ ഇപ്പോൾ കാശ് കൊടുത്ത് പുറത്ത് വെക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വാജിറാവ് രവിയിലൊക്കെ എടുത്ത് എവിടെയെങ്കിലും റൂം എടുത്ത് താമസിക്കാം. പക്ഷേ JNUവിൽ ഡൽഹിയിൽ അത്രയും കാലം താമസിക്കാനുള്ള കാശ് കയ്യിലില്ല. ജോലിയെടുത്ത കാശൊക്കെ തീർന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ. വീട്ടിൽ അച്ഛനോട് ഇനി ചോദിക്കാൻ, അച്ഛൻ തരാത്തതല്ല, ചോദിക്കാൻ മാനസികമായിട്ട് പറ്റാത്ത ആണ്. അങ്ങനെയാണ് അവിടെ പോയത്. അവിടെ പോയപ്പം ജീവിതത്തെ മാറ്റിമറിച്ച ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ പറയാം. എന്ന് വെച്ച് ഞാൻ അവിടെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ഇല്ലയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. വളരെ എൻ്റെ നമ്മൾ കേക്ക് മാത്രം ചെയ്ത പല സാധനങ്ങളും ഞാൻ ഫസ്റ്റ് ഹാൻഡായിട്ട് കണ്ടിട്ടുണ്ട്. പറയണോ? പറയാം. കാര്യം നിങ്ങൾക്കറിയാം, ഈ തുക്കടേ ഒക്കെ ഉണ്ടായ സമയത്ത് ഭാരതത്തിനെ കഷ്ണം കഷ്ണമായി മുറിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഹോസ്റ്റൽ എൻ്റെ ഹോസ്റ്റലാട്ടോ. ഞാൻ താമസിച്ച ഹോസ്റ്റലാണ്. ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഹോസ്റ്റലിൻ്റെ ഗ്രൗണ്ടിൽ, സാബർമതി ഹോസ്റ്റലിൻ്റെ ഗ്രൗണ്ടിലാണ് ഇത് സംഭവിച്ചത്. അന്ന് ഞാൻ നാട്ടിലാണ്. ഞാൻ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് നാട്ടിലാണ്. ഞാൻ ഈ വിഷയമൊക്കെ നടന്നത് പിന്നെയാണ് നാട്ടിൽ നിന്നാണ് അറിയുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ JNUവിൽ ജോയിൻ ചെയ്ത സമയത്ത് വളരെ ശക്തമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ് JNUയുടെ. അത് SFI. അന്ന് ഞാൻ ചേർന്ന കാലത്ത് SFI ആയിരുന്നു ഏറ്റവും തളർന്ന പ്രസ്ഥാനം. ഞാൻ ജോയിൻ ചെയ്തു 2014 കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് ഐസ എന്ന് പറയുന്ന സംഘടന ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസ ഒരു തീവ്ര ഇടതുപക്ഷ സംഘടനയാണ്. ഐസയുടെ ആളുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ ആ സമര സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കനയ്യകുമാരൊക്കെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ഐസ വളരെ ശക്തിപ്പെട്ട ഒരു സമയമായിരുന്നു അത്. ഐസ പോലെ SFI, ഐസ, CPIയുടെ ASF, പിന്നെ DSU, DSF, SFI നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയി ഉണ്ടാക്കിയൊരു സാധനമാണ് DSF, പിന്നെ 100 Flowers ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 100 കൂട്ടം ഇടതുപക്ഷ സംഘടനകൾ. ഡിഫറെൻറ്റ് ഫോംസ്. കാരണം ഒരു സ്ഥലത്ത് ഇടതുപക്ഷം മാത്രമാണ് ആശയമാവുമ്പം അതിൻ്റെ ഇടയിലുള്ള സ്കിസം, സ്പ്ലിറ്റ്, ഇതൊക്കെ പല 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 ഗ്രൂപ്പുകളായിട്ട് ഇവരൊക്കെ പരസ്പരം കണ്ടാൽ മിണ്ടാതെ നടക്കുന്ന തീവ്രമായ ദേഷ്യം വൈരം പരസ്പരം പുലർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ JNUവിൽ ചെല്ലുന്നത്. അത് കാണാൻ നല്ല രസമാണ്. ഒരേ ആശയമുള്ള ആളുകൾ അടികൂടുന്നത്. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ആ കാലത്ത് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ, തപ്തി എന്ന ഹോസ്റ്റലിൻ്റെ പേരും,
അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്റ്റലാണ്. എല്ലാ ഹോസ്റ്റലും പ്രധാനപ്പെട്ടാണ്. ഞാൻ പിന്നീട് താമസിച്ച ഹോസ്റ്റലിൻ്റെ അടുത്തുമാണ്. ആ ഹോസ്റ്റലിൽ ഈ പോസ്റ്റ് ഡിന്നർ ഡിബേറ്റ് എന്ന് പറഞ്ഞ കാര്യം JNUവിൻ്റെ ഒരു കൾച്ചറാണ്. ഇപ്പം അത് കുറഞ്ഞു പോയി. ഇപ്പം അത് നൈറ്റ് ലൈഫ് ഒരുപാട് JNUവിൽ കുറഞ്ഞു. ആഫ്റ്റർ ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം നൈറ്റ് ലൈഫ് ഒരുപാട് കുറഞ്ഞു. ഇല്ലെങ്കിൽ രാത്രി ദാബകൾ, ഗംഗാ ദാബ, സാബർമതി ദാബ, ഓരോ ഹോസ്റ്റലിനോട് ചേർന്നിട്ടുള്ള ദാബകളുണ്ട്. ഈ ദാബകളിലൊക്കെ രാത്രിയാണ് അത് ആക്റ്റീവ് ആവുക. ഇപ്പോൾ രാത്രികളിൽ ആളുകൾ ചെല്ലുകയും നമുക്ക് ഒരു സ്ഥലത്തും വെറുതെ ഇരിക്കാൻ പറ്റില്ല. JNUവിൽ വെറുതെ ഇരിക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു തത്വചിന്തകൻ്റെ പേര് പറഞ്ഞ് അവിടെ ഒരു ചർച്ചയൊക്കെ ഉണ്ടാവും. ഫൂക്കോ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ റസൽ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആൾ മാർക്സ് ഇങ്ങനെ പറഞ്ഞു, ഏംഗൽസ് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത ബോർദോ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ആളുകളുടെ ചർച്ച നമ്മൾ അത്ഭുതത്തോടെ ചിലതൊക്കെ കേട്ടുകൊണ്ടിരിക്കും, എന്താ ഇവർ ഈ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ദാബകളൊക്കെ. അതല്ലാതെ പോസ്റ്റ് ഡിന്നർ ഡിബേറ്റ് ആണ്. ഈ ഡിന്നർ കഴിച്ചതിന് ശേഷം ക്യാൻറ്റീൻ മെസ്സ് ഒഴിവാകുമല്ലോ. അപ്പോൾ അവിടെ ഒരു ഹാൾ പോലെ കണക്കാക്കിയിട്ട് അവിടെ ഡിബേറ്റുകൾ നടക്കും രാത്രികൾ. അത് രാത്രി 9 മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക ഡിബേറ്റ്. അതൊരു 10, 11, 12, 1 മണി വരെയൊക്കെ ഇങ്ങനെ ഡിബേറ്റ് ആയിരിക്കും. നിറയെ കുട്ടികളും ഉണ്ടാവും. ഒരു തവണ ഗിലാനി പങ്കെടുക്കുന്നു എന്ന് പറയുന്ന ഒരു നോട്ടീസ് ഞാൻ കണ്ടു. ഗിലാനിയെ നമുക്കറിയാം, രാഷ്ട്ര വിഘടനപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ പറയുകയും കശ്മീരിൻ്റെ വിഷയമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഭാരതം എല്ലാ കാലത്തും സംശയദൃഷ്ടിയോടെ എല്ലാ ഗവൺമെൻറ്റും, ഇപ്പോൾ ആരും നല്ലത് പറയണ്ട, ഇപ്പോഴത്തെ പ്രസൻറ്റ് BJP ഗവൺമെൻറ് മാത്രമല്ല, അതിന് മുമ്പുള്ള ഗവൺമെൻറ്റുകളൊക്കെ സംശയദൃഷ്ടിയോടെ കാണുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഗിലാനി. എല്ലാവരും അതെ. അതുകൊണ്ട് അയാൾ സംസാരിക്കാൻ വരുന്നു. ഇത് ഒരു വലിയ ന്യൂസായി അവിടെ. സ്വാഭാവികമായിട്ടും ക്യാമ്പസിലുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, മുൻപന്തിയിൽ ABVP ഇതിനെതിരെ ഒരു പ്രതിഷേധം ഒക്കെ തുടർന്നു. പക്ഷെ പ്രതിഷേധം ആളുകളെ കൂട്ടി പ്രതിഷേധിക്കാം എന്നുള്ളതാണ്. ഗിലാനി വന്നു. ഇവർ പ്രതിഷേധിക്കാൻ വേണ്ടത്ര ആളുകൾ കൂടെ കൂടിയില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവർക്കത് മൊബിലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഇവരെ പ്രതിഷേധം ഫലവത്തായില്ല. അപ്പം ഞാൻ ഈ കാഴ്ച മുഴുവൻ കാണുന്നത് എൻ്റെ ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കാണുകയാണ്. ABVPയുടെ സ്റ്റുഡൻസ് പോയി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്, തടയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഓരോ ABVPക്കാരിങ്ങനെ ദൂരേക്ക് ഇങ്ങനെ എടുത്ത് എറിയുന്നത് പോലെ ആളുകളിങ്ങനെ പിടിച്ച് മാറ്റാൻ. മാൻ ഹാൻഡ്ലിങ് വളരെ റെയറാണ്, അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ പോലും അങ്ങനെ തള്ളി മാറ്റുകയാണ്. ഞാൻ നോക്കുമ്പം ഈ DSF, ഐസ, SFI തുടങ്ങിയ എല്ലാ ഇടതുപക്ഷ വൈരികളുണ്ടല്ലോ, പരസ്പര വൈരികളായിരുന്നവരൊക്കെ ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിച്ചതുപോലെ, ABVP ആണ് അവിടെ അപ്പോൾ പൊതുശത്രു, ഒന്നിച്ചതുപോലെ ഇവരെല്ലാവരും ചേരുകയും കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുകയും ഈ ഗിലാനിയെ വട്ടത്തിൽ ചുറ്റിപ്പിടിക്കുകയും ഒരു ഇടതുപക്ഷ ബ്രിഗേഡ് രൂപപ്പെടുത്തുകയും അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുകയും, എന്താണ് ഇൻകുലാബ് സിന്ദാബാദ്, മനുവാദ് മുർദാബാദ്, എന്താണ് അന്ന് ആസാദി മുദ്രാവാക്യം ബാക്കി ആരും വിളിക്കാൻ തുടങ്ങിയിട്ടില്ല. എന്താണ് കാക്കി നിക്കർ ഭഗവാ ജണ്ട ഹായ് എന്ന് RSSനെ ചീത്ത വിളിച്ചുകൊണ്ട് ഗിലാനി ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവരും. അപ്പം ഞാൻ ഈ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കുക, ഞാൻ വിചാരിക്കുകയാണ് ഈ പരസ്പരമുള്ള ഈ ശത്രുതയൊക്കെ മറന്ന് ഇവർ ഒരുമിച്ചിട്ട് ഇയാളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരുവാണല്ലോ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കാഴ്ച ഞാൻ കണ്ടു. ആ കാഴ്ച ഈ ക്യാമ്പസിൻ്റെ ഈ റൂം, അതായത് ഇവിടെ ഈ ഡോറിലേക്ക്, ക്യാമ്പസിൻ്റെ അല്ല, ഈ ഹോസ്റ്റലിൻ്റെ ഡോറിലേക്ക്, ഡിബേറ്റ് റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് താടി ഒക്കെ നീട്ടിയ, തൊപ്പി വെച്ച, ഒറ്റയും തെറ്റയുമായിട്ട് കാണുന്ന, പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മതചിഹ്നങ്ങൾ ധരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പേരെ കണ്ടിരുന്നത്. ഇവരൊക്കെ കൂടെ സംഘടിച്ച് ഒന്നാവുകയും ഇവർ ഗിലാനി ഏറ്റെടുക്കുകയും ഈ ഇടതുപക്ഷ ബ്രിഗേഡിൽ നിന്ന് ഏറ്റെടുക്കുകയും ബോലോ തക്ബീർ അല്ലാഹു അക്ബർ കാശ്മീർ മാംഗെ ആസാദി എന്ന് ഞാൻ ആദ്യമായി എൻ്റെ ചെവിയിൽ കേട്ടു. യൂണിവേഴ്സിറ്റി ഞാൻ കാണുകയാണ് ആ കാഴ്ച. അത് വലിയൊരു, എന്നിട്ട് ആ പരിപാടി നടത്തി ABVPക്കാർ ഗിലാനിയുടെ വണ്ടി എന്തോ പഞ്ചറാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഗിലാനി ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഒരു നാഷണൽ മാനക്കേടൊക്കെ പ്രസ്ഥാനത്തിന് എൻ്റെ പേരിലുണ്ടായി. കാരണം ശത്രുവിനെ ആണെങ്കിലും എതിരാളിയാണെങ്കിൽ ഇങ്ങനെയാണോ ഇടപെടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭാരതത്തിലെ ബുദ്ധിജീവികളൊക്കെ അതിനെതിരെ ആഞ്ഞടിച്ചു. ഇതൊക്കെ ഉണ്ടായി. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഞാൻ ഇന്നും ആഴത്തിൽ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഒരു തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മതരാഷ്ട്രത്തെ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കാശ്മീർ ഒരു മതരാഷ്ട്രമാണ്.
അല്ലാണ്ട് കാശ്മീർ ഈസ് നോട്ട് ഗോയിങ് ടു ബിക്കം എ സെക്യുലർ നേഷൻ തീർച്ചയായിട്ടും. ഇന്ത്യയിൽ നിന്ന് പോയാൽ. അവരുടെ ഉദ്ദേശം അതാണ്. എൻ്റെ ചോദ്യം, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം, ഇൻകുലാബ് സിന്ദാബാദ്, ബോലോ തക്ബീർ എന്ന് പറഞ്ഞ ഒരു തിയോക്രസിക്ക് വേണ്ടിയുള്ള ഒരു മുദ്രാവാക്യത്തിൻ്റെ മുമ്പിൽ ശബ്ദം കെട്ടുപോയി. ഞാൻ കേട്ടില്ല ആ ശബ്ദം. ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു, ഈ ഇടതുപക്ഷ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഈ ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ നിങ്ങൾ ഐഡിയലി നിങ്ങൾ യുക്തിവാദികളും നിരാസമുള്ളവരും ഒക്കെയാണ്. മതനിരപേക്ഷത ഒക്കെ പറഞ്ഞോട്ടെ, നിങ്ങൾ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നു, ഒപ്രസ്ഡ് ക്ലാസിൻ്റെ കൂടെ നിൽക്കുന്നു ഒക്കെ പറഞ്ഞോളൂ. എന്നാൽ പോലും നിങ്ങളുടെ നിലപാട് ഇതാണല്ലോ, നിങ്ങൾ മെറ്റീരിയലിസ്റ്റുകളാണ്. പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ടായ സമയത്ത് എന്താണ് നിങ്ങൾ അതിനെതിരെ ഒന്നും പറയായിരുന്നത്? ചുരുങ്ങിയ പക്ഷം ഇൻകുലാബ് സിന്ദാബാദ് മാത്രം വിളിച്ചുകൊണ്ട് ഗിലാനിയെ ഉള്ളോട്ട് കൂട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ഷോക്ക് ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ബോലോ തക്ബീർ വിളിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ഗിലാനിയെ കൈമാറുമ്പോൾ ഒരു വലിയ കാഴ്ചയാണ്. ഇത് 2014 ഞാൻ ഈ കാഴ്ച കാണുന്നത്. ഇന്നിപ്പോൾ അത് ചെയ്തവരൊക്കെ ചിലപ്പോൾ പറയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ നിഷേധിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ മുകളിൽ കാഴ്ച പോയി കണ്ട ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണത്. അങ്ങനെ നിരന്തരമായി പല പോക്കറ്റ്സിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഒരു റെഗുലർ കാര്യമായിരുന്നു ജെ.എൻ.യുവിൽ. അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു, അങ്ങനത്തെ ഒരു പ്രവർത്തനമായിരുന്നു എ കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന കവിത സാബർമതി അതിൻ്റെ മുമ്പിൽ നിന്ന് വായിച്ചതും. ആ കവിത അത് മുന്നേ പോലീസിന് അറിയാൻ പറ്റുകയും, കാരണം നിരോധിക്കപ്പെട്ട ഒരു ആണെന്ന് അറിയാൻ പറ്റുകയും അവിടേക്ക് വരികയും, ആ സമയത്ത് വായിച്ചവരൊന്നല്ല ജയിലിൽ പോയത്, അയ്യോ ഇത് വായിക്കരുത് എന്ന് പറഞ്ഞ ചില ആൾക്കാർ ജയിലിൽ പോവുകയും അവർ പിന്നെ ഇന്ത്യൻ ജഗ്വേരയായിട്ട് മാറുകയും ഇതൊക്കെ ചെയ്ത ജെ.എൻ.യുക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കാര്യം. ജെ.എൻ.യുക്കാർ പറയും അത്, അതായത് കമ്മാര സംഭവം പോലെ അയ്യോ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ആളെ പിടിച്ചുകൊണ്ട് പോയി അയാൾ പിന്നെ ഇന്ത്യയിലെ ഹീറോ ആവുകയും ഏതോ പത്രം കഴിഞ്ഞ് മോദി ഉറങ്ങുകയില്ല, ഇന്ത്യൻ ജഗ്വേര ജനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പുറത്തുള്ള ആളുകൾക്ക് വായിക്കുമ്പോൾ വലിയ അത്ഭുതമാണെങ്കിലും ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ്. ഞങ്ങൾ പരസ്പരം പറയുമ്പോൾ പോലും രാഷ്ട്രീയക്കാർ തന്നെ പറയുമ്പോൾ പോലും രാഷ്ട്രീയമുള്ള ആളുകൾ, അതായത് ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളുകൾ പോലും പറയുമ്പോൾ പറയാറുണ്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അതുപോലെ ആവല്ലോ കേട്ടോ എന്ന് പറയാറുണ്ട്. അത്ര ഹിപ്പോക്രസി. ആ വ്യക്തി ഇപ്പോൾ കോൺഗ്രസ്സിലാണ്. അതെ, ആ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലമാണ് ജെ.എൻ.യുവിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും എൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്, ഒരിക്കലും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമ്മൾ മോശം പറയാൻ പാടില്ല. അത് ഭാരതത്തിൻ്റെ സ്വത്താണത്. ഭാരതത്തിൻ്റെ നികുതിദായകരുടെ പണം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്വത്താണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊരു മോശപ്പെട്ട സ്ഥലമാണ്, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു മതിൽക്കെട്ടിനുള്ളിലാവുമ്പോൾ ആളുകൾ പലതരത്തിലുള്ള കഥകൾ ഉണ്ടാക്കാം. ആ പ്രശ്നങ്ങളുടെ സമയത്ത് എനിക്കറിയാം, ഈ ജെ.എൻ.യു വിഷയം ഉണ്ടാവുന്ന സമയത്ത്, പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്തെ ലോകം ഹോസ്റ്റൈലായി യൂണിവേഴ്സിറ്റിയോട്. ഓട്ടോക്കാരൊക്കെ വളരെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. ജെ.എൻ.യു എന്നാന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായ സിറ്റുവേഷൻ പുറത്തൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എല്ലാ കുട്ടികളും അങ്ങനെയാണോ? 2000-ഓളം ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന ഒരുപാട് കുട്ടികൾ, എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് ആ യൂണിവേഴ്സിറ്റി മൊത്തം അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ട കാര്യമില്ല. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, ആ സ്ഥലത്തെ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലത്തെ ദേശീയവാദികളായിട്ടുള്ള വിദ്യാഭ്യാസം നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുകയല്ലേ വേണ്ടത്, എന്നിട്ട് ആ സ്ഥലത്തെ ക്ലെയിം ചെയ്യല്ലേ വേണ്ടത്. ഇപ്പം ഞാൻ ജെ.എൻ.യു പഠിച്ചു എന്ന് പറഞ്ഞ സമയത്ത് എനിക്കെതിരെ ചില സമയത്ത് വിമർശനം വരുമ്പോൾ ജെ.എൻ.യു പ്രോഡക്റ്റ് അല്ലേ എന്നാണ് പറയുന്നത്. ഞാൻ എന്തായിരുന്നു എൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ നിന്ന് 1% പുറകോട്ട് വന്നിട്ടില്ല. കാരണം ഞാൻ രാഷ്ട്രീയം എന്നെ സംബന്ധിച്ച് രാഷ്ട്രത്തെ സംബന്ധിച്ചാണ്. എനിക്ക് കക്ഷി രാഷ്ട്രീയം ഇല്ല. എനിക്ക് രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്താണോ അതാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ ഏത് കാലത്താണോ ഏത് പ്രസ്ഥാനത്തിനാണോ അതിൻ്റെ കൂടെ നിന്നത് അതൊറ്റ കാരണം കൊണ്ടാണ്, അത് ഈ രാഷ്ട്രം എന്ന് പറഞ്ഞ ആശയത്തെ മുന്നോട്ട് പിടിച്ചുകൊണ്ടാണ്. ആ രാഷ്ട്രത്തെ മുന്നോട്ട് പിടിച്ച് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രത്യേകിച്ചുള്ള ഉദ്ദേശത്തിനുമല്ല അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്.
ചിലപ്പോൾ നമുക്ക് വന്നതിനേക്കാൾ കൂടുതൽ ദ്രോഹം അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടാവും ആൾക്കാരെ കൊണ്ട്. അതിൻ്റെ പേരിൽ നമ്മളത് ഉപേക്ഷിച്ച് പോയിട്ടില്ല. ഏത് സാഹചര്യത്തിൽ പോയാലും ഞാൻ 8 കൊല്ലം JNUവിൽ പഠിച്ചില്ലേ, അവിടെ എനിക്ക് പറഞ്ഞ ഇൻഡോക്ട്രിനേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവരെല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് പലയിടത്ത് സംസാരിച്ചിട്ടുണ്ടാവും. എന്നിട്ടും എൻ്റെ ആശയത്തിലൊരു അംശം പോലും മാറ്റം വന്നിട്ടില്ല. ഞാൻ കൂടുതൽ അതിൽ ഉറക്കിയായിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്ക് ഉറപ്പുള്ള വിദ്യാർത്ഥികളെ അവിടേക്ക് പറഞ്ഞയക്കുകയും അവരവിടെ പഠിക്കുകയും ചെയ്യട്ടെ. അത് നല്ലൊരു അങ്ങനത്തെ തോന്നലുണ്ടായിട്ടുള്ള ഞാനത് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഫീൽ ഗുഡ് ഫാക്ടർ എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു ലോകം ഉണ്ടാവുകയും അങ്ങനെ ഒരു ഫ്രീഡം, ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇതൊരു ഫ്രീഡമാണല്ലോ. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫ്രീഡം കൊടുക്കുക, അങ്ങനെ ഉണ്ടാവുക, പുറത്തറിയപ്പെടുക. പക്ഷേ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അങ്ങനെ എല്ലാ തോറും കാണുന്നത്. ഇപ്പം ഒത്തിരി മാറ്റം അതിൽ വന്നിട്ടുണ്ട്. മേ ബി അത് ഗവൺമെൻറ് വ്യത്യാസങ്ങളാവാം. ഇപ്പോൾ ആ ഒരു ഫ്രീഡവും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനത്തെ ഒരു കാരണം കേരളത്തിൽ അങ്ങനെ അധികം ആരും പഠിക്കാൻ പോകുന്നൊരു സ്ഥലവുമല്ല. ഇപ്പോൾ നിങ്ങൾ രാംജി പോയ സമയം തന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ സമയത്തുമാണ് അവിടെ ഉണ്ടാവാനുള്ളൊരു ചെന്നതിന് ശേഷമാണ് കോൺട്രവേഴ്സി ഉണ്ടാവുന്നത്. 2014 ശേഷമാണ് അതൊക്കെ. ഇത്രയും അറിയാത്തടത്ത് പോലും അറിയപ്പെടുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് തന്നെ ഞാൻ അവിടെ പഠിക്കുകയും ചെയ്തു. അതെ, ഒരുപാട് സ്റ്റാൾ വാർഡ്സിന് ലോകത്തിന് കൊടുത്ത സ്ഥലമല്ല. നിർമ്മലാ സീതാരാമൻ എവിടെയാണ് പഠിച്ചത്? അവിടെയല്ലേ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ മുന്നിലിരിക്കുന്ന നിങ്ങൾ പോലെ അല്ല, JNU ഒരുപാട് ആളുകളെ നമ്മളപ്പോൾ എപ്പോഴും ലോകത്തിന് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നോളജ് സ്പേസ് എന്നുള്ള നിലയ്ക്ക് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ എഡ്യൂക്കേഷനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? എല്ലാവരും പറയും JNUവിൽ പോയ എളുപ്പത്തിൽ. അങ്ങനെയൊന്നും പറ്റില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു സെമസ്റ്റർ പൂർത്തിയാക്കില്ല, പിന്നെ നിങ്ങൾ പുറത്താണ്. പിന്നെ നിങ്ങൾ JNUവിലാന്ന് പറഞ്ഞ് താമസിക്കുക ആരെങ്കിലും റൂമിലൊക്കെ. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയേഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആരെങ്കിലും മുറിയിലൊക്കെ പറ്റിക്കൂടി താമസിക്കാം. അല്ലാതെ പഠനം എന്ന് പറയുന്ന സംവിധാനത്തിൽ അവിടെ കയറിയിട്ട് ഒരാൾ പോലും അവിടെ നിൽക്കൂല. അത് നിർത്താൻ പറ്റില്ല. പിന്നെ MA ആഫ്റ്റർ MA ഒക്കെ ചെയ്യാം. അതിനിപ്പോൾ ഇന്ത്യ രാജ്യത്ത് വിലക്കൊന്നുമില്ലല്ലോ. ഞാനൊരു MA ചെയ്തു, ഞാനിപ്പോൾ PhD കഴിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ പോസ്റ്റ് ഡോക്കിന് പോകുന്നതിന് പകരം വീണ്ടും ഒരു MAക്ക് ജോയിൻ ചെയ്തൂടെ? ഇനി ആ MA കഴിഞ്ഞ് എനിക്ക് വേറെ MAക്ക് ജോയിൻ ചെയ്തൂടെ? അത് ഇന്ത്യ രാജ്യത്ത് അതിന് വിലക്കൊന്നുമില്ല. അപ്പോൾ ഈ വിഷയം ഉണ്ടായ സമയത്ത് ആൾക്കാർ പറഞ്ഞു വയസ്സായ ആളുകളൊക്കെ അവിടെ പഠിക്കുന്നത്. വയസ്സായ ആളുകൾക്ക് പഠിക്കാൻ ഇന്ത്യ രാജ്യത്ത് വിലക്കൊന്നുമില്ല. എവിടെയില്ല. വയസ്സായ ആളുകൾക്ക് പോയി പഠിക്കാം അല്ലേ? 90 വയസ്സായ ആൾക്ക് MAക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്താൽ ഇന്ത്യയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ആപ്ലിക്കേഷൻ നിരസിക്കുക? ഒരു സ്ഥലത്തും നിരസിക്കാൻ പറ്റില്ല. JNUവിൽ പിന്നെ ഈ പ്രത്യയശാസ്ത്രപരമായിട്ട് ഉറച്ചു നിൽക്കുന്ന ആളുകൾ അവരുടെ ചില ഐഡിയോളജിക്കൽ പ്രൊപ്പഗേണ്ടയുടെയൊക്കെ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ്റെ ഭാഗമായിട്ടൊക്കെ അവർ അവിടെ പോയി പഠിക്കുകയും വീണ്ടും വീണ്ടും ഒരു കോഴ്സ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിൽക്കുകയും അത് പ്രസ്ഥാനം വളർത്താനാണ്, അങ്ങനെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരം പ്രവണതകളൊക്കെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ പക്ഷേ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ മാറ്റം അത് JNUവിലുണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ ഭാരതത്തിൻ്റെ പൊതുവിൽ JNU, ഞാൻ പഠിച്ച JNU അല്ല ഇപ്പോഴത്തെ JNU. 2014 ഞാൻ പഠിക്കാൻ പോകുന്ന കാലത്ത് ഉള്ള ഇപ്പോൾ ഡിന്നർ ഡിബേറ്റോ നൈറ്റ് ലൈഫോ ഈ പറയുന്ന ഒന്നുമല്ല JNU. JNU ഈസ് ജസ്റ്റ് ലൈക്ക് ആൻ അനദർ യൂണിവേഴ്സിറ്റി നൗ. അത്രയേ ഉള്ളൂ. അവിടെ പിന്നീടും പോയിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അതെ, ഫേസ്ബുക്ക് ഞാൻ ഇടയ്ക്ക് പോകാമെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂണിവേഴ്സിറ്റി രണ്ടാമത് പോകുന്ന ഒരു നദിയിലേക്ക് വീണ്ടും ഇറങ്ങുക എന്നുള്ള പോലെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു നദിയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾ അവിടുന്ന് 1 സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾ അവിടുത്തെ ആരുമല്ല. പിന്നെ നിങ്ങൾ ആ സ്ഥലത്തിനോട് മാത്രമേ നിങ്ങൾക്ക് ഇതുള്ളൂ. അവിടുത്തെ ആളുകളെല്ലാം ഒഴുകിപ്പോയി. ടീച്ചർമാരൊക്കെ മാറുന്നുണ്ടാവും, റിട്ടയർഡ് ആവുന്നുണ്ടാവും, സുഹൃത്തുക്കളൊക്കെ പോയി. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇപ്പോൾ പുതിയ JNU ഒരു പുതിയ JNU ആണ്. അത് പണ്ടത്തെ പോലത്തെ ഒരു JNU അല്ല. അത് അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പണ്ട് പ്രശ്നങ്ങളില്ല എന്നല്ല, പക്ഷേ ആ സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് വേണമായിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം അതിന് ദോഷം പറയായിരുന്നില്ല വേണ്ടത്. അത് അവനവനെ തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ. ഈ സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ JNU വരെ നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ രാഷ്ട്രീയ നിലപാടുകൾ പലതവണ നേരത്തെ പറഞ്ഞ ചില സ്ഥലങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും പക്ഷേ വളരെ അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രവാദിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ശരിയാണ്, എന്നോട് തെറ്റില്ല. അതെ. അപ്പോൾ അങ്ങനെ ഒരു യാത്ര, കാരണം ഞാൻ പലതവണയും അങ്ങയുടെ ഇപ്പോൾ റിദംബര അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അഭിനവഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനത്തെ പല കാര്യങ്ങളിലും അങ്ങയുടെ ഒരു സംഘടന ഒരു എന്താണ് പറയുക, ഒരു വൈദഗ്ധ്യം, ഒരു സ്കിൽ, അത് അങ്ങയുടെ ഈ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ വന്നതാണോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ആൻസർ എന്താ പറയുക? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ കുടുംബം, പ്രത്യേകിച്ച് അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അച്ഛൻ്റെ കുടുംബമൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ ദേശീയ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിൽക്കുക എന്നൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുകളാണ്. അമ്മയുടെ കുടുംബം നേരെ തിരിച്ച്
അപ്പോൾ എനിക്ക് 2 ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അമ്മയുടെ അച്ഛൻ ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്നു, വളരെ പ്രസിദ്ധനായിട്ടുള്ള സോഷ്യലിസ്റ്റ് ആയിരുന്നു. റാം മനോഹർ ലോഹിയൊക്കെ ആയിട്ട് അടുപ്പുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള, അദ്ദേഹത്തെ കത്തിടപാടുണ്ടായിരുന്ന, മരിക്കുന്നവരെ ലോഹ്യ വിചാരവേദിയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മച്ചൻ. ഒരു റേഷ്യസ് റീഡർ ആൻഡ് ആൻ ഇറിഡേറ്റ് സ്കോളർ എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ. വലിയൊരു ലൈബ്രറി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ അമ്മയുടെ വീട്ടിലാണ്. അച്ഛൻ ലക്ഷദ്വീപിൽ ജോലിയൊക്കെ ആയിട്ട്, അമ്മ അച്ഛൻ്റെ കൂടെ ഒക്കെ അങ്ങനെ. അമ്മ ലക്ഷദ്വീപിലല്ല, അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അനിയത്തി മിക്കവാറും അവരുടെ കൂടെ. ഞാനിവിടെ ആയിരുന്നു എൻ്റെ അമ്മയുടെ അമ്മച്ചൻ്റെയും അമ്മൂമ്മയുടെയും കൂടെയായിരുന്നു എൻ്റെ ബാല്യകാലം പന്തിരങ്കാവിൽ. അപ്പോൾ ചെറുതാവുമ്പോഴേ അവിടുത്തെ ഒരു നോളജിൻ്റെ ഒരു പാരമ്പര്യമാണ് വീട്ടിലുള്ളത്. എന്ന് വെച്ചാൽ എല്ലാവരും ടീച്ചേഴ്സാണ്. അമ്മമ്മ ടീച്ചർ, അമ്മച്ചൻ ടീച്ചർ, അമ്മായി ടീച്ചർ, മൂത്തമ്മ ടീച്ചർ, അങ്ങനെ ഒരു ടീച്ചർ കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചനാണെങ്കിൽ വളരെ വലിയ വായനയൊക്കെ ഉള്ള ആളാണ്. പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിലും ആ കാലഘട്ടത്തിൽ ഒരു 8ാം ക്ലാസ്സൊക്കെ വരെയൊക്കെ ഞാൻ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അത് ശരിയാണോന്ന് അറിയില്ല, കാരണം അത്ര വിവരമല്ലേ ഉള്ളൂ ആ പ്രായത്തിൽ. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ ചിന്താഗതി എന്നൊക്കെ പറയാനുള്ള പ്രായം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ പോലും ഫേവറിങ് അങ്ങനെയാണല്ലോ, വീട്ടിലെ അന്തരീക്ഷമാണ് പലവരെയും തീർച്ചയായിട്ടും അങ്ങനെയാക്കി മാറ്റുന്നത്. പക്ഷെ അതേ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനെയാണ്, വെല്ലിച്ചനാണ് എന്നെ സാധനാ പാരമ്പര്യത്തിലേക്കൊക്കെ വഴി നടത്തി കൊണ്ടുപോവുകയൊക്കെ കൈപിടിച്ച് വഴി നടത്തുകയൊക്കെ ചെയ്തത്. അപ്പം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ എന്നാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്. വെല്ലിച്ചന് മക്കളൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹം മകനെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അച്ഛനെ അമ്മയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അല്ല, എനിക്ക് വെല്ലിച്ചനെയും അമ്മൂമ്മയാണെന്ന് ഞാൻ പറയാം. അത്രയും സ്നേഹം എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം വെല്ലിച്ചൻ്റെയും അമ്മൂമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. വേറെ എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കൂടുതൽ അവരിന്നാണ് അത് അനുഭവപ്പെട്ടത്. ആ ചെറിയ കാലത്തുള്ള ഫ്രീഡവും ചിന്താഗതികളുടെ ഫ്രീഡവും ഈ 2 വർഷം അപ്പോൾ ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റിയെന്നാണ്, 8 വയസ്സ് വരെ. അതെ, അപ്പോൾ അമ്മയുടെ വീട്ടിൽ ഈ പാരമ്പര്യവും, അച്ഛൻ്റെ വീട്ടിൽ നേരെ അച്ഛനെ വെച്ചാൽ വെല്ലിച്ചൻ്റെ അടുത്ത് വേറെ ഒരു ഇതുമാണ്. അപ്പോൾ വെല്ലിച്ചൻ്റെ ആയിരിക്കും കൂടുതൽ എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുക. കാരണം ഞാൻ മറ്റടുത്ത് താമസിക്കുന്നു, അപ്പോൾ അവിടെ കുറേ റെസ്ട്രിക്ഷൻസും അത്ര ഇഷ്ടം ഉണ്ടാവണമെന്നില്ല അവിടുത്തെ പല കാര്യങ്ങൾ. ഇവിടെ അവിടെ ശിക്ഷണമൊക്കെ ഉണ്ടല്ലോ, മാമനൊക്കെ ഭയങ്കര ശിക്ഷ, അന്നൊക്കെ വളരെ ശിക്ഷണമാണ്, അടിയൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്ര ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, ചെറിയ പ്രായത്തിൻ്റെ ഇതാണ്. വെല്ലിച്ചനാണെങ്കിൽ സ്കൂൾ പൂട്ടിയ വെല്ലിച്ചൻ്റെ അടുത്തേക്കാണല്ലോ പോവുക. അവിടെയാണ് എല്ലാ സ്വാതന്ത്ര്യമാണ്. ഒന്ന് സ്കൂൾ പൂട്ടിയിരിക്കുന്നു, പിന്നെ വെല്ലിച്ചൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തരും. നമ്മൾ പറയില്ല, ലാളിച്ച് വഷളാക്കുക എന്ന് പറയുന്ന പോലുള്ള ഒരിതുണ്ട്. അവിടെ നിന്നാണ് സത്യത്തിൽ അതായിരിക്കാം എൻ്റെ ഒരു മാറ്റത്തിൻ്റെ കോളേജിലേക്കും സ്കൂൾ കാലഘട്ടത്തിൽ എന്ന് പറയാം. സ്കൂൾ കാലഘട്ടത്തിൽ അങ്ങനെ രാഷ്ട്രീയ ബോധമായിട്ട് ഇല്ലല്ലോ. കോളേജിലെത്തുമ്പോഴേക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് എനിക്ക് മെറിറ്റിൽ മറ്റു കോളേജസ് കിട്ടിയിട്ടും ഞാൻ അവിടെ പോവാതെ ഗുരുവായൂരപ്പൻ കോളേജിൽ തന്നെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പോകാൻ കാരണം ഇതിൽ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഈ ദേവഗിരിയിലൊന്നും രാഷ്ട്രീയം സംഭവിക്കില്ല, അപ്പോൾ ഇവിടെ പ്രവർത്തിക്കാം എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെയാണ് അവിടെയൊക്കെ ചെല്ലുന്നത്. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. പിന്നെ PG ആവുന്ന സമയത്തേക്ക് പിന്നെ ദേവഗിരിയിൽ നമ്മൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നിന്നു. എന്നാൽ പോലും മറ്റ് സംഘം, ഇപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചേർന്നപ്പോഴും പ്രവർത്തിക്കുന്നു. അതൊക്കെ ചെയ്തു. JNUവിൽ പോയപ്പോൾ പിന്നെ പഠനമായി. എന്നാൽ പോലും ആ ആശയത്തിനോടോ അതിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിനോടോ അതിൻ്റെ ആളുകളോടോ അന്നും ഇന്നും ഒരു അടുപ്പം സൂക്ഷിക്കാറുണ്ട്. അത് നമ്മുടെ കുടുംബമാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സൂക്ഷിക്കേ പറ്റുള്ളൂ.